ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ, സത്യം പറയുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. ഞാൻ ഒരു വീഡിയോ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ പാർട്ടാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത ലോങ് വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. അത് മൂന്നും ഇതിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ ഇതില് നമ്മൾ ധനകാര്യ സ്ഥാപനം, നമ്മൾ ദാരിദ്ര്യം പഠിച്ച്, തൊഴിലില്ലായ്മ പഠിച്ച്, ദാരിദ്ര്യം പഠിച്ച്, അതില് ധനകാര്യ സ്ഥാപനങ്ങളാണ് പഠിക്കേണ്ടത്. ധനകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് ഐറ്റംസ് വരും. ഒന്ന് ബാങ്ക് സ്ഥാപനം വരും, ബാങ്ക് ഇതര സ്ഥാപനം വരും. അതിൽ ബാങ്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള അതിൽ 4 ടൈപ്പ് ബാങ്കുകളുണ്ട്. ഒന്ന് വാണിജ്യ ബാങ്ക്, ഒന്ന് സഹകരണ ബാങ്ക്, ഒന്ന് വികസന ബാങ്ക്, അടുത്തത് സവിശേഷ ബാങ്ക്. ഈ 4 ആദ്യത്തെ 2 നമ്മൾ പഠിക്കാൻ പോകുന്ന വാണിജ്യ ബാങ്ക്, വികസന ബാങ്ക്, സഹകരണ ബാങ്ക്. ഓക്കെ. അപ്പൊ അതിൽ വാണിജ്യ ബാങ്കിൽ പ്രത്യേകമായിട്ട് പഠിക്കാനുള്ള വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. വാണിജ്യ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തികൾക്ക് വായ്പ കൊടുക്കും കൂടിയ പലിശയ്ക്ക്, വ്യക്തികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കും കുറഞ്ഞ പലിശയ്ക്ക്. അതാണ് അവരുടെ പരിപാടി. ഇനി സാമ്പത്തിക നിക്ഷേപം, ഇതിലുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. സാമ്പത്തിക നിക്ഷേപം, പിന്നെന്തൊക്കെയാണ്? പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. സാമ്പത്തിക നിക്ഷേപം, നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം സാമ്പത്തിക നിക്ഷേപമാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അതിന് നമുക്ക് നിശ്ചിത പൈസ കിട്ടും. നമുക്ക് അതിൽ അക്കൗണ്ട് പൈസ ഇട്ടായിരിക്കും അല്ലെ. ഇട്ടിരുന്നു കഴിഞ്ഞാൽ ചെറിയൊരു ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് പൈസ കിട്ടും. പ്രചലിത നിക്ഷേപം, ഇതിന് പലിശ ഇല്ലാത്ത അക്കൗണ്ടാണ് ഈ പ്രചലിത നിക്ഷേപം. കറണ്ട് അക്കൗണ്ട് എന്ന് പറയും. ഇത് സാധാരണ ബിസിനസ് മാൻ ആണ് ഇത് ഉപയോഗിക്കുന്നത്. കാര്യം വെച്ചാൽ അതിൽ പൈസ ഇടാം, എടുക്കാം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പൈസ ഇടുകയും ചെയ്യാം, എടുക്കുകയും ചെയ്യാം, അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് പ്രചലിത നിക്ഷേപം. ഇതിന് വായ്പ ലഭിക്കും. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇത് ലഭിക്കും. അതായത് നമ്മളെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയുണ്ട്, പക്ഷെ നമുക്ക് 5 ലക്ഷം രൂപ എടുക്കാം. അതിന്റെ പലിശയും ആ മുതലും കൂടെ പറയുന്ന സമയത്ത് തിരിച്ചടയണം. അതാണ് ഈ പ്രചലിത നിക്ഷേപത്തിന്റെ, കറണ്ട് അക്കൗണ്ടിന്റെ ഉപയോഗം. ഇനി സ്ഥിര നിക്ഷേപം, ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും അല്ലെ. അവർ പറയുന്ന പലിശ പ്രകാരം നമുക്ക് ഒരു 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 8% പലിശ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത തുക വർഷം തോറും പലിശയായിട്ട് ലഭിക്കും. ആവർത്തിത നിക്ഷേപം, റെക്കറിങ് അക്കൗണ്ട് എന്ന് പറയും. നമ്മൾ ഈ RD ഒക്കെ ഇല്ലേ, പോസ്റ്റ് ഓഫീസിലൊക്കെ മന്ത്ലി ഇത്ര രൂപ വെച്ചാൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കും. അവസാനം ആ പലിശയും കൂടെ ചേർത്ത് നമുക്ക് ഒരു വലിയ തുക കിട്ടും. പക്ഷെ ഈ സമ്പാദ്യ നിക്ഷേപത്തിന്റെ അത്രയും വരൂല ഈ ആവർത്തിത നിക്ഷേപം. അതൊന്ന് പഠിച്ചോണം. ഇനി അടുത്തത് വ്യാപനം. എന്താണ് വ്യാപനം എന്ന് പഠിക്കാനുണ്ട്. എന്താണ് വ്യാപനം? വ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വ്യാപനം എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ലാഭമാണ് വ്യാപനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്കിൽ നിന്ന് നമ്മൾ ഒരു 50,000 രൂപ കടമെടുത്തു. അപ്പം ബാങ്ക് ഈടാക്കുന്ന പലിശയല്ല 50,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്നത്. അത് തമ്മിൽ വ്യത്യാസം കാണും. അതാണ് ബാങ്കിന്റെ ലാഭം. നമ്മളെ 50,000 രൂപ അവർ എടുത്തിട്ട് നമുക്ക് 8% പലിശ തന്നിട്ട് ഈ ബാങ്ക് 50,000 രൂപ മറ്റൊരാൾക്ക് കടം കൊടുക്കും. അതിന് 10-12 പലിശ വാങ്ങും. അതാണ് അവരുടെ ലാഭം. ഓക്കെ. ഈ ലാഭത്തെയാണ് വ്യാപനം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സഹകരണ ബാങ്കുകളാണ്. രണ്ടാമത്തെ സഹകരണ ബാങ്ക്. വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെടുമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്, പിന്നെ ഭാരത് സ്റ്റേറ്റ് ബാങ്ക്, ദേശസാൽകൃത ബാങ്കുകളെല്ലാം വരും. ഇനി സഹകരണ ബാങ്കുകൾ വരണമെന്ന് വെച്ചാൽ സഹകരണം, സ്വയം സഹായ, പരസ്പര സഹായം നൽകുന്ന ബാങ്കുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ട് എടുക്കുന്നത് ഗ്രാമീണ തൊഴിൽക്കാരാണ്. ഗ്രാമീണ രംഗത്തുള്ള തൊഴിൽക്കാരാണ് അതിൽ എടുക്കുന്നത്. ഈ സഹകരണ ബാങ്ക് നിയമം നിലവിൽ വന്നത് 1904. ചോദിക്കാം, ഒരു ഷുവർ ഷോട്ട്. ഇനി ആർ എൻ മിർദ കമ്മീഷൻ 1965 വന്നു. ഇവരാണ് ആദ്യമായിട്ട് ദേശീയ സഹകരണ ബാങ്ക് വേണമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞ കമ്മീഷൻ. ആർ എൻ മിർദ കമ്മീഷൻ 1965. ഗ്രാമീണ ബാങ്ക് എന്നും നഗര സഹകരണ ബാങ്ക് എന്നും പറഞ്ഞ് 2 തരംതിരിക്കുക ഇതിനെ. ഗ്രാമപ്രദേശത്തുള്ള ഗ്രാമീണ ബാങ്കുകളും നഗരപ്രദേശത്ത് നഗര സഹകരണ ബാങ്ക് എന്നും പറയും. നഗര സഹകരണ ബാങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, ഷെഡ്യൂൾഡ് ബാങ്കും നോൺ ഷെഡ്യൂൾഡ് ബാങ്കും. ഗ്രാമീണ സഹകരണ ബാങ്കുകളിൽ ഹ്രസ്വകാല വായ്പകളും ഉണ്ട്, ദീർഘകാല വായ്പകളും ഉണ്ട്. ഹ്രസ്വകാല വായ്പകൾ 3 തരംതിരിവിൽ കൊടുക്കും. ഒന്ന് ഗ്രാമീണം, മറ്റൊന്ന് ജില്ല, മറ്റൊന്ന് സ്റ്റേറ്റ്. ദീർഘകാലമാണെങ്കിൽ ഒന്ന് ജില്ല, ഒന്ന് സ്റ്റേറ്റ്. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അതിലൊരു എക്സാമ്പിളാണ് കേരള ബാങ്ക് അല്ലെ. ഇപ്പൊ കേരള ബാങ്കിനെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇത് രൂപീകൃതമായത് 2019 നവംബർ 29-ലാണ്. 13 ജില്ലാ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടുത്തിയാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. അതിൽ ആദ്യം മലപ്പുറം ചേർന്നില്ല, പിന്നെ മലപ്പുറത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജില്ലകളെ ഉൾപ്പെടുത്തിയത് 2021 നവംബർ 3-ന്. പ്രൊഫസർ MS ശ്രീറാം കമ്മീഷനാണ് ഇതിനു വേണ്ടി, ഇതിന്റെ രൂപീകരണത്തെ കുറിച്ച് പഠിച്ച കമ്മീഷൻ. VR രവീന്ദ്രനാഥ്
ഇതിനു വേണ്ടി ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടായിരുന്നു. ടാസ്ക് ഫോഴ്സിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ BR രവീന്ദ്രനാഥ്. അദ്ദേഹം നബാർഡിന്റെ പഴയ ചെയർമാനാണ് ഈ BR രവീന്ദ്രനാഥ്. ഗോപി കോട്ടമുറിക്കൽ ആദ്യത്തെ പ്രസിഡന്റ്, ആദ്യത്തെ CEO PS രാജനാണ്. ഇപ്പൊ നിലവിൽ ജോർട്ടി എം ചാക്കോ. ഇവിടെ സഹകരണ മ്യൂസിയം, ഏഷ്യ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കടകംപള്ളിയിൽ ഒരു പുസ്തകം കൂടെ പഠിക്കാനുണ്ട്, കേരള സമ്പദ് വ്യവസ്ഥയും സഹകരണവും 5 വർഷം എന്ന് പറയുന്ന ഒരു പുസ്തകം കടകംപള്ളിയാണ് എഴുതി. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ഒന്നും കൂടെ ഒന്ന് പഠിക്കുക. നമ്മൾ പഠിച്ചു ധനകാര്യ സ്ഥാപനങ്ങളിൽ ബാങ്കും ബാങ്ക് ഇതര സ്ഥാപനങ്ങളും ഉണ്ട്. അതിൽ വാണിജ്യ ബാങ്കുണ്ട്, സഹകരണ ബാങ്കുണ്ട്, വികസന ബാങ്കുണ്ട്, സവിശേഷ ബാങ്കുണ്ട്. ഇതിലെ വാണിജ്യ ബാങ്കും സഹകരണ ബാങ്കും കൊണ്ട് പഠിച്ചത്. വാണിജ്യ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ, ഭാരത് സ്റ്റേറ്റ് ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. അതിൽ 4 തരത്തിലുള്ള നിക്ഷേപമുണ്ട്. സമ്പാദ്യ നിക്ഷേപം, നമ്മുടെ സേവിങ്സ് അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ട്, പ്രചരിത നിക്ഷേപം അതായത് കറണ്ട് അക്കൗണ്ട്, അതിനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ സമ്പ്രദായമുള്ളത്. ഇത് ബിസിനസ്സുകാരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര രൂപയുണ്ടോ അതിന്റെ ഇരട്ടി പൈസ വരെ നമുക്ക് പിൻവലിക്കാൻ പറ്റും. പിന്നെ അത് പലിശ അടക്കേണ്ടി വരും. സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിന് നിശ്ചിത പൈസ നമുക്ക് കിട്ടും. ആവർത്തിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഒരേ തുക ഇട്ടിട്ട് പോയി ഒരു വലിയൊരു തുകയായിട്ട് മാറുന്നു. അതെന്ന് പറയുന്നത് ഈ സമ്പാദ്യ നിക്ഷേപത്തിന്റെ അത്രയും പലിശ വരത്തില്ല. ഇനി സഹകരണ ബാങ്കിനെ കുറിച്ചാണ്. സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ സ്വയം സഹായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് പരസ്പര സഹായം ചെയ്ത് ആൾക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഗ്രാമീണ തൊഴിൽക്കാരാണ് ഏറ്റവും കൂടുതൽ അതിലുള്ളത്. ഈ സഹകരണ ബാങ്ക് നിയമം വന്നത് 1904. RN മിർദ ആണ് 1965 RN മിർദ കമ്മിറ്റിയുടെ പ്രകാരമാണ് ദേശീയ സഹകരണ ബാങ്ക് വേണമെന്നൊരു പഠനം തെളിഞ്ഞത്. അതിൽ 2 തരംതിരിക്കാം: ഗ്രാമീണ സഹകരണ ബാങ്കുകൾ, നഗര സഹകരണ ബാങ്കുകൾ. ഷെഡ്യൂൾഡ് ബാങ്ക് ഉണ്ട്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ഉണ്ട്. ഗ്രാമീണ സഹകരണ ബാങ്കുകൾ 2 തരത്തിലാണ്. ഹ്രസ്വകാലവും ദീർഘകാലവുമായിട്ടുള്ള വായ്പകൾ കൊടുക്കും. ഹ്രസ്വകാല വായ്പകൾ 3 തരംതിരിക്കാം. ഗ്രാമം, പിന്നെ ജില്ല, സ്റ്റേറ്റ്. ദീർഘകാലമാണെങ്കിൽ സ്റ്റേറ്റ്, അതുപോലെ ജില്ല. കേരള ബാങ്ക് 13 ജില്ലാ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടുത്തി 2019 നവംബർ 29 രൂപീകരിച്ച ബാങ്കാണ് കേരള ബാങ്ക്. തുടക്കത്തിൽ മലപ്പുറം ജില്ല അതിൽ സഹകരിച്ചില്ല. പിന്നെ 2021 നവംബർ 3 നിയമം മൂലം മലപ്പുറം സഹകരണ ബാങ്കിനെയും കൂടെ ഈ കേരള ബാങ്കിൽ ലയിപ്പിക്കുകയുണ്ടായി. പ്രൊഫസർ MS ശ്രീറാം കമ്മീഷനാണ് അതിനുവേണ്ടി രൂപീകരണത്തിന് വേണ്ടി നിന്നത്. പിന്നെ ഇതിനുവേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടായിരുന്നു, VR രവീന്ദ്രനാഥ്. അദ്ദേഹം പഴയ നബാർഡിന്റെ ചെയർമാൻ ആയിരുന്നു. ആദ്യത്തെ ചെയർമാൻ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ ഗോപി കോട്ടമുറിക്കൽ. CEO ചോദിച്ചു കഴിഞ്ഞാൽ PS രാജൻ. ഇപ്പൊ നിലവിൽ CEO ആരാണ് കേരള ബാങ്കിന്റെ? ജോർട്ടി എം ചാക്കോ. സഹകരണ മ്യൂസിയം ഏഷ്യയിലെ ആദ്യത്തെ എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോടാണ്. പിന്നെ കടകംപള്ളി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സമ്പദ് വ്യവസ്ഥയും സഹകരണവും 5 വർഷം എന്ന് പറഞ്ഞ കൃതി രചിച്ച ആളാണ്. ഓക്കെ.